ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു ഭയങ്കര സന്തോഷമുള്ളൊരു വ്ളോഗായിട്ടാണ്. വേറെ ഒന്നല്ല, ഞാനിന്ന് നാട്ടിൽ പോവാണ്. ഇന്ന് ഉച്ചയ്ക്ക് 1:15 ഫ്ലൈറ്റ്. എയർ ഇന്ത്യയാണ്. പിന്നെന്താ, ഇപ്പോൾ സമയം 8:20 ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേനും കുളിച്ച് റെഡിയായി പോവാം എന്നുള്ള രീതിയിലാണ് നിൽക്കണേ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വാട്സപ്പിനത് സ്റ്റാറ്റസ് ഇട്ടായിരുന്നു, സംതിങ് എക്സൈറ്റിംഗ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ മൈ ലൈഫ് സൂൺ എന്നും പറഞ്ഞ്. അതിന് കുറേ പേര് എനിക്ക് എൻ്റെ അടുത്ത് വെക്കുകയാണേ, എന്താ ആർ യു ഗെറ്റിംഗ് മാരീഡ്, ചേച്ചിമാരൊക്കെ എടി നിൻ്റെ കല്യാണം ആയോടി എന്നൊക്കെ. എന്തായാലും ഇതായിരുന്നു ആ സംഭവം. അപ്പം എനിക്ക് പെട്ടെന്ന് എൻ്റെ ജീവിതത്തിൽ നാട്ടിപ്പോക്കൊക്കെ ഇന്ന് തീരുമാനിക്കും, നാളെ പോവും, അതുപോലെയായിരുന്നു. മിഞ്ഞാന്നാണ് തീരുമാനിച്ചത്. മിഞ്ഞാന്ന് ഉച്ച കഴിഞ്ഞൊരു 4 മണിക്ക് നേരത്ത് ടിക്കറ്റ് എടുത്തു. ഇന്നലെ ഒരു ദിവസം കൊണ്ട് ഷോപ്പിംഗ് കഴിഞ്ഞത്, ഇന്നിപ്പോൾ രാവിലെ പോവാണ്. അപ്പം പിള്ളേരെ പറഞ്ഞിട്ടും കാര്യമില്ല, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ടവരെ വേണമെങ്കിൽ. അപ്പം എനിവേ ഞാൻ നാട്ടിൽ പോവാണ്, അതിൻ്റെ ചെറിയൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അതാണ് ഈ ബ്ലാ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പോൾ നമുക്ക് വഴി ഓരോന്ന് കാണാം. ഓക്കെ, ബൈ. അപ്പോൾ ഇൻട്രോയിൽ കണ്ട പോലെ ഞാൻ നാട്ടിൽ പോവാണ്. എൻ്റെ സെക്യൂരിറ്റി ചെക്കിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ എന്താ ഒരു ഹാഫ് ആൻ അവർ കൂടി ഉണ്ട് എൻ്റെ ഗേറ്റ് എവിടെയാണെന്ന് കാണിക്കാനായിട്ട്. അപ്പോൾ ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. പെട്ടെന്നുള്ളൊരു പോക്കാണല്ലോ, അപ്പോൾ നല്ല എക്സൈറ്റഡ് ആണ്. ഇതിപ്പോൾ എന്താ സംഭവം എന്ന് പറയാമോ? ടയേർഡ് ഫീറ്റ് ഹാപ്പി ഹേർട്ട് എന്ന് പറയില്ലേ, അതാണ് അവസ്ഥ. ഉറക്കം വന്നിട്ട് രക്ഷയില്ല. ഒരു കോച്ച്. പിന്നെ നാട്ടിൽ പോകാല്ലേ, മുഖമൊക്കെ എന്തെങ്കിലും ഇരിക്കണമെന്ന് ആരും ചിന്തിക്കണ്ട. ഞാൻ ഫ്ലൈറ്റിൽ കയറി അവിടെ എത്താറാകുമ്പോഴത്തേനും ഞാൻ എൻ്റെ മേക്കപ്പും കുട്ടിയൊക്കെ വലിച്ചു വാരിയിടും. കാര്യം ഇറങ്ങി ചെല്ലുമ്പോഴാണല്ലോ ഷോ ഓഫ് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് സോ എനിവേ ഞാനിങ്ങനെ കുറേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് തന്നെ മനസ്സിലായി തുടങ്ങി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാനത് 100 വട്ടമായി പറയണം. ഓക്കെ ഗൈസ്. അപ്പോൾ എൻ്റെ ഫ്ലൈറ്റ് 1:15 ആയിരുന്നു. അപ്പോൾ 1:15 കയറിയെങ്കിൽ അവർ ഫ്ലൈറ്റ് എടുത്തപ്പം ഒരു 2:30-2:45 ആയിരുന്നു. അത് കാരണം തന്നെ ഡൽഹി ആയിരുന്നു എനിക്ക് കണക്ഷൻ. ഡൽഹി എത്താനായിട്ട് ലേറ്റായി. ഡൽഹിയിൽ 3 അവർ ആയിരുന്നു ലേ ഓവർ. അപ്പോൾ അത് കുറച്ച് കുറഞ്ഞു. ഒരു 3/4 മണിക്കൂർ കൊണ്ട്, അതും സെൽഫ് ട്രാൻസ്ഫർ ആയിരുന്നു. വെട്ടി കളക്ട് ചെയ്ത് ഓടിപ്പെടുത്തുമായിരുന്നുകൊണ്ട് എനിക്ക് അങ്ങനെ അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫ്ലൈറ്റിൽ കയറുന്ന സമയത്താണ് ഒന്ന് സമയം കിട്ടിയത്. കാരണം ഫ്ലൈറ്റിന് കയറാനായിട്ട് അവർ എന്താ പറയുക, നല്ല ക്യൂ ആയിരുന്നു. കണ്ടില്ലേ, വാതിലുറന്നുണ്ടായില്ലായിരുന്നു ഫ്ലൈറ്റിൻ്റെ. എന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. എന്താ പറയുക, എനിക്ക് യൂഷ്വലി ഫ്ലൈറ്റിൽ യാത്ര ഇഷ്ടമല്ല. കാരണം ലേ ഓവർ കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ മടുത്തു പോവും. അപ്പോൾ കൊച്ചിയിൽ 8:20 എത്തേണ്ടതായിരുന്നു. പക്ഷേ 10 മണി 9:30 ആയപ്പോൾ തന്നെയാണ് എത്തിയത്. അങ്ങനെ വീടെത്തി. അതല്ലാത്ത കാരണത്താൽ കുറെ മുടിയുള്ള മാളും തെങ്ങിനടി മുടിയുടെ സീക്രട്ട് പറയണി മാളു. ഗൈസ്, അങ്ങനെ ഞാൻ വേണ്ട അതില് മിക്കത് എൻ്റെ ഫേക്ക് ഫോളോവേഴ്സാണ്. മമ്മി ഗൈസ്, മമ്മി ഉണ്ടാക്കിയ മീൻകറി ആഫ്റ്റർ എ ലോങ് ടൈം. ആദ്യത്തേക്ക് മീൻകറി ഇഷ്ടമല്ല, പിന്നെ കുറേ നാൾ ഞാൻ ഉണ്ടാക്കി കരുതുന്ന മടുത്തു പോയി. ഗൈസ് മതി. ഗൈസ്, നമ്മൾ ചതിക്കപ്പെട്ടു. അത് മമ്മിയുടെ മീൻകറി ആയിരുന്നില്ല, അച്ഛൻ ഉണ്ടാക്കിയ മീൻകറി ആയിരുന്നു. എന്തൊരു ടേസ്റ്റ് വ്യത്യാസം. എനിവേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് എന്താ പരിപാടി? ഉച്ചയുടെ പരിപാടി ക്രീം എടുക്കാൻ വേണ്ടി മമ്മി ക്രീം എടുക്കണം. ഞങ്ങളത് വെറുതെ ഇവിടെ വെറുതെ കഴിക്കും. ഉച്ച കഴിഞ്ഞിട്ട് നമ്മുടെ വീടിൻ്റെ അകത്തുള്ള പട്ടിനെ ഉച്ചനെ കാണിച്ചിറങ്ങി. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ വീട് ഗൈസ്. ഞങ്ങളുടെ വീട്ടിൽ ഒരു റൂബിപ്പട്ടി ഉണ്ട്. ഒരു റൂബിപ്പട്ടി എന്താനാടി റൂബിപ്പട്ടി? എനിക്കറിയില്ല. എന്തോ ഡോർമാൻ പോലത്തെ ഒരു സാധനം കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും. ഭയങ്കര സ്നേഹം. അയച്ചുവിട്ടിട്ടുണ്ടോ? നോക്കി തുറക്കട്ടെ, അയച്ചിട്ടുണ്ടോ? എവിടെയോ
ഇറങ്ങിച്ചാല് കൂട്ടില ഞാൻ പോണില്ല. കൂടെ എവിടെയാ? കൂടെ അറ്റത്ത കൂടുണ്ടാക്കിണ്ടോ? പട്ടിയാണ് ഓടി നിർത്തി തരാണ്ടല്ലോ മാളുവാ. എവിടെയാ? അവിടെ കൂടെ ഉണ്ട്. പൊക്കത്ത് കയറി നല്ല കൂടുണ്ട് ഗൈസ്. പക്ഷെ ഇവിടുത്തെ അയൽവക്കക്കാർക്ക് പട്ടിയുടെ കുര സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് താഴെ കൊണ്ടിട്ടേക്കണേ. റൂബിയേ, ഹലോ. ഇന്ന് മുഖം കുറച്ചുകൂടെ. ഹലോ റൂബി. ചെറിയ പേരുണ്ട്, പക്ഷെ എന്നാലും നമ്മുടെ റൂബിയല്ലേ. ഇങ്ങനെയൊന്നല്ല ഇത് കഴിച്ചു വിട്ടെങ്കിൽ ഇങ്ങനെ മറ്റേ ചാടി പോണ കാണാം. റൂബിയേ, ഞാൻ വെച്ചെന്നെ മറന്നുപോയി. അയ്യോ അയച്ചോട്ടെ. വേണ്ടട്ടാ, ഒന്നും ചെയ്യില്ല. വേണ്ട. ഞാൻ അവിടെ നിൽക്കാം, നീ അയച്ചോളൂ. എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാം. ഗോറൂം എന്ന് പറയുമ്പോ മേത്തോട്ട കാരണം പട്ടി. വെറുതെ അമ്മയുടെ വായിലിരിക്കണ കേട്ടോ. മാളുവിന്റെ കൂടെ പറമ്പാന്നൊക്കെ എന്തൊരു അനുസരണന്നൊക്കെ. ഗോറൂന്ന് പറഞ്ഞിട്ട് പോളല്ലേ മാളുവാ. നമ്മുടെ വീട്ടിൽ പട്ടി മാത്രമല്ല, പൂച്ചയുണ്ട്. പൂച്ചയുടെ പേര് പട്ടിയുടെ പേര് റൂബി എന്നായിരുന്നു. പൂച്ചയുടെ പേര് മിന്നു. ഞാൻ നമുക്ക് പൂച്ചനെ കണ്ടിട്ടുണ്ടായിരുന്നു. തപ്പ് തപ്പ് ഇതെങ്ങാണ്ടൊക്കെ വീട്ടിൽ ആ വാതിൽ നല്ലോണം അമർന്ന് കിടക്കണ. ഫോൺ വെച്ച് നോക്കാം. ദേ ഇരിക്കുന്നതാണോ? ഒരു സാധനം നല്ല നിഴലായിരുന്നു. അമ്മേ പേടിച്ചു പോയി. ആരുടെ തല ഒന്ന് വെട്ടി വെച്ചേക്കണേ അത് വിചാരിച്ചു. എല്ലാ വീട്ടിലുള്ള പോലെ ഈ വീട്ടിലുണ്ട്. ഐസ്ക്രീമിന്റെ പിന്നെ ടിന്നിന്റെ അകത്ത് കഥകള്. വിചാരിച്ച അത്രയും ചൂടില്ല ഇപ്രാവശ്യം നാട്ടിൽ വന്നിട്ട്. പക്ഷെ ഒരു പുഴുക്കലാണ് ഭയങ്കരമായിട്ട്. ഇങ്ങനെ ചൂട് പൊന്തണ മാതിരിയുള്ളത്. പക്ഷെ ഒരുപാടങ്ങ് ചൂട്ടത്ത് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. പക്ഷെ ഇവരൊക്കെ പറയുന്നത് ചൂട് രക്ഷയിലാണത്. പക്ഷെ എനിക്കത് തോന്നിയില്ല. അപ്പോൾ ഇത് കുറച്ച് നമ്മൾ അൽബേനിയയിൽ ലാസ്റ്റ് പോയായിരുന്നു. ഇപ്പോൾ എന്താ ലാസ്റ്റ് മന്താണ് പോയത്. അപ്പോൾ അവിടെ പോയപ്പോൾ മേടിച്ച കുറച്ച് സോവിനിയർ കൈൻഡ് ഓഫ് സാധനങ്ങളാണ്. ഗൈസ് ഡോണ്ട് മൈൻഡ് ദ ബാക്ക്ഗ്രൗണ്ട്. ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട. എന്താന്ന് വെച്ചാൽ സാരി ഇത് മാത്രം നോക്കി എല്ലാ വീടുകളും ഉള്ളതല്ലേ. ഇത് മാത്രം നോക്കിയാൽ മതി. ഇതൊരു ഫ്രിഡ്ജ് മാഗ്നറ്റ് ആണ്. കാണുന്നുണ്ടോ? ഫ്രിഡ്ജ് മാഗ്നറ്റ് ആണ്. അൽബേനിയ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സ്ഥലങ്ങളുടെ പേരൊക്കെ ആയിട്ട് എഴുതിയത്. അത് മുട്ടിക്കാണ്. പിന്നെ എന്താ ഇത് എവിലായി ഓർ ഡെവിലായി എനിക്കറിയില്ല അതിൻ്റെ സംഭവം തന്നെ. ഇത് അവിടെ ഭയങ്കര ഫേമസ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബ്ലൂ ഐസ് ഉണ്ട്. ബ്ലൂ ഐസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഓരോ വെള്ളക്കെട്ടല്ല, ഒരു കുളം തടാകം ആ സെറ്റപ്പ്. അവിടെ അതിൻ്റെ വെള്ളത്തിൻ്റെ കളർ ഇങ്ങനെയായിരിക്കും ഏകദേശം. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അതൊരു ഫ്രിഡ്ജ് മാഗ്നറ്റ് തന്നെയാണ്. അപ്പോൾ അതും അവിടെ ഇരിക്കട്ടെ. ആൻഡ് അവിടെ അത് ഓടിപ്പോയി ഗൈസ്. അതാണ് നമ്മൾ മിന്നു. അതെല്ലാം കൊണ്ടുപോയി ഓടിപ്പോയി. അതാണ് മിന്നു, നമ്മുടെ വീട്ടിലെ പൂച്ച. ഹലോ. നമ്മുടെ കൈയും കടിച്ചു. അപ്പോൾ നമുക്ക് ഇത് ഇവിടെ വെക്കാം. ഇത് ലൈറ്റ് ഇല്ലടി. പൊളി സാധനം കിട്ടുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഞാൻ മേടിച്ച ട്രോഫീസാണ് ഗൈസ്. ഡാൻസ് കളിച്ചും പാട്ട് പാടിയും ഉടുപ്പ് പിന്നെയും ഒക്കെ മേടിച്ചോ. ഓക്കെ. അപ്പോൾ ഇത് അവിടുത്തെ ഏതൊരു ക്യാസിൽ കയറാൻ പോയപ്പോൾ മേടിച്ചതാണ്. ഇത് ഞാൻ ആദ്യം വെക്കട്ടെ, കഥ പറയാം. ഇത് കുറേ പേരുടെ നിന്ന് പൊട്ടിപ്പോയാലോ സത്യം പറഞ്ഞാൽ. ഈ ചില്ലിന് ഭയങ്കര കനം കുറവാണ്. അപ്പോൾ ഞാനിത് എനിക്ക് തുണിയിൽ പൊതിഞ്ഞൊക്കെയാണ് അൽബേനിയിൽ നിന്ന് അവിടെ ഇന്ത്യയിൽ വീട്ടിലെത്തിച്ചത്. അവിടെ നിന്ന് ഇവിടേക്കും തുണിയിലൊക്കെ പൊതിഞ്ഞാണ് എത്തിച്ചത്. അവിടെ ഇരിക്കട്ടെ, അതാണ് അതിൻ്റെ സ്റ്റോറി. പിന്നെ ഇത് ജസ്റ്റ് ഒരു സോപ്പാണ്. നല്ല രസമില്ല ടിന്നൊക്കെ കാണാൻ. ഒരു ചന്ദ്രിക സോപ്പിൻ്റെ കാണാനുള്ളൊരു സംഭവം. അതും കുറേ പേരൊക്കെ ആയിട്ട് കുളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ അൽബേനിയിൽ നിന്ന് എടുത്തെല്ലാം വെച്ചിട്ട് ഷോക്കേസ് ചെയ്തിട്ട് ഇരിക്കുന്നതാ. ചിലപ്പോൾ മമ്മി ഒന്നും എടുത്ത് കുളിക്കും. നല്ല കാര്യം പറഞ്ഞു. പിന്നെ ഇത് ക്രൂയെന്ന് മേടിച്ചൊരു സംഭവമാണ്. സോവിനിയർ പോലത്തെ സ്പൂൺ. അതിവിടെ ക്രൂയ, പിന്നെ ഇവിടെ അൽബേനിയ എഴുതിയത്. അപ്പോൾ അതും ഷോക്കേസ് തന്നെ.
ഇത് രണ്ട് പേന മമ്മിയുടെ ഷോ കേസിലുണ്ടായ സാധനം മൊത്തം മാറ്റി മൊത്തം അൽബേനിയയിലെ സാധനങ്ങൾ കയറിയേക്കുക. 2 പേന നിങ്ങൾ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ പങ്കിട്ടെടുത്തോ, ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ അൽബേനിയിൽ നിന്ന് മേടിച്ചായിരുന്നു. അപ്പോൾ എന്താ സമയം ഇപ്പോൾ 4 മണിയായി. 12:30യോ ക്ലോക്ക് 4 മണിയായി. 4:15 ഇപ്പോൾ ചായ കുടിക്കാനുള്ള നേരമായി. നമുക്ക് ചായയിലേക്ക് അടക്കം. അതിന് മുമ്പ് എനിക്ക് 6 മണിക്ക്, അതായത് UK 2 മണിക്കൊരു അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ട്. അതെങ്ങനെയും ഒന്ന് ഓഡിയോ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യണം. അസൈൻമെൻ്റ് അല്ല, പോസ്റ്ററാണ് 3rd ഇയറിലെ. അപ്പോൾ അതെങ്ങനെ പറ്റാണെങ്കിൽ സബ്മിറ്റ് ചെയ്യാൻ നോക്കണം. അല്ലെങ്കിൽ ഞാൻ എക്സ്റ്റൻഷൻ മേടിച്ചിട്ടുണ്ട് ഇൻ കേസ് പറ്റാത്തത്. മോമി വന്നു. മമ്മി ഏതോ പണിക്കാർ തോന്നുന്നുണ്ട്. അതൊരു വീഡിയോ എടുക്കണ്ട. അപ്പോൾ ഗൈസ് ഇപ്പം സമയം 7 മണിയായി. മമ്മിയുടെ പാർലറിൻ്റെ ഇനാഗ്രേഷന് ഇവർക്കൊക്കെ ഡ്രസ്സ് എടുത്തപ്പോൾ എനിക്ക് മാത്രം ഡ്രസ്സ് എടുക്കാത്തപ്പോൾ അതിന് ഡ്രസ്സ് എടുക്കാനും ചെരുപ്പെടുക്കാനും സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ഇന്ന് വൈകുന്നേരം ചാലക്കുടിക്കാണ് നമ്മൾ പോകാമെന്ന് പറഞ്ഞത്. ചാലക്കുടി ഒരു അങ്കമാലിക്ക് പോകാമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാനും ആളും മമ്മി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എന്താ എന്നിട്ട് ഇന്ന് പോകുന്ന പറയാൻ പാടില്ല. ലേറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ പോക്ക് കിടക്കില്ല. അപ്പോൾ കെട്ടിയിരിക്കുന്നതൊക്കെ വെറുതെയാണ്. ഇപ്പോൾ പോകുന്നുണ്ടെങ്കിൽ തന്നെ അവിടുത്തെ വിശേഷം കാണിക്കാം. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ഭയങ്കര ലെങ്ത് ആയെന്ന് തോന്നുന്നു. ബട്ട് എനിവേസ് ഇന്നൊരു ലോങ് ഡേ ആയിരുന്നു. എന്താ പറയുക, എനിക്ക് തോന്നുന്നു 1 വീക്കൊക്കെ ഞാൻ ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ 1 വീക്ക് ചുമ്മാ ഉറങ്ങിക്കളയാണ്ട് എനിക്ക് ക്ഷീണം ഉണ്ടെങ്കിൽ എനിക്ക് ഉറങ്ങാൻ തോന്നില്ല അവരെ എത്തുകാനുണ്ട്. അപ്പോൾ ഞാൻ ഫുൾ ബിസി ആയിരുന്നു. ഓരോന്നൊക്കെ എടുത്തും അങ്ങനെയൊക്കെ എൻജോയ് ചെയ്ത് നടന്നു. എനിവേ അതുകൊണ്ടുകൊണ്ട് വീഡിയോ നല്ല ലെങ്ത് ഉണ്ടാവും. ഇഷ്ടപ്പെടുന്നവർ കാണാം, സ്കിപ്പ് ചെയ്യാതെ. എന്താ പറയുക, എൻജോയ് ചെയ്യുന്നവർ കാണാം, അല്ലാത്തവർ ഇഗ്നോർ ചെയ്യുക. അപ്പോൾ കാണാം. ചിരിച്ചൂടെ? നമ്മളൊക്കെ മമ്മിയുടെ കടയിലുള്ള സാധനങ്ങൾ കാണുന്നത്. അവസാനം കേല് വരിക്കാൻ സ്ഥലം ഉണ്ടാവും. ഞാൻ ബാക്കിക്ക് ഫ്രണ്ടിൽ എടുത്തോ വേണ്ട, ഇതൊക്കെ പിടിച്ച് ഒന്ന് സെറ്റ് ചെയ്താവട്ടെ. ചോദിച്ചായിരുന്നു അക്കോമഡേഷൻ്റെ കാര്യം. അക്കോമഡേഷൻ്റെ കാര്യം ചോദിച്ചായിരുന്നു. പറഞ്ഞു കേൾക്കാൻ പറ്റും. അതെ, അക്കോമഡേഷൻ്റെ കാര്യം ചോദിച്ചായിരുന്നു. എല്ലാം എടുക്കണോ? നമ്മളപ്പോൾ ഷേക്ക് കുടിക്കാൻ കയറിയേക്കാണ് ഗൈസ്. ഷേക്കും പിന്നെന്താ ഷവർമ. എന്തൊരു കുഞ്ഞും എൻ്റെ പാരൻസിൻ്റെ ഹായ് പറ. ഹായ് ഷാർജ ഷേക്കും, ഷാർജല്ലോ ചോക്ലേറ്റ് ഷേക്കും മറ്റേ മിക്സാന ഷവർമ ആണോ? അപ്പോൾ നമ്മൾ മമ്മിയുടെ കടയിലേക്ക് വന്നേക്കാണ് സാധനങ്ങളൊക്കെ കൊണ്ട്. അപ്പോൾ ഇന്ന് രാത്രി കട മൊത്തം സെറ്റാക്കണം. പണിയൊക്കെ കഴിഞ്ഞു. സെറ്റാക്കാനുണ്ട് ക്രീം സംഭവങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ ആയിരിക്കും. അപ്പോൾ എൻ്റെ വ്ളോഗ് എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ പറ. ബൈ.